മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മളെല്ലാവരും സജ്ജമായി കഴിഞ്ഞു. വിദേശങ്ങളിൽ നിന്നും സ്വദേശങ്ങളിൽ നിന്നും കുടുംബമാകുന്ന ദൈവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട്, ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുമിരുന്നു കൊണ്ട്, മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് ഇതാ കർത്താവിൻ്റെ വചനം കേൾക്കാൻ അപ്പാപ്പനും അമ്മാമ്മയും അപ്പനും അമ്മയും ചേട്ടനും ചേച്ചിയും ഉണ്ണിയും എല്ലാവരും ഇതാ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. മാതാവിൻ്റെ തിരുനാളിൻ്റെ 7ാം ദിവസമാണിന്ന്. ഇന്നിതാ ഈ കഴിഞ്ഞുപോയ 7 ദിവസങ്ങളിൽ മാതാവ് നമ്മുടെ ഓരോ ഭവനങ്ങളിലേക്കും കടന്നു വന്ന് സുഹൃതത്തിൻ്റെ സുഗന്ധം കൊണ്ട് നിറച്ച ദിനരാത്രങ്ങളിലൂടെയാണ് കഴിഞ്ഞു പോയത്. തീർച്ചയായിട്ടും മാതാവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ എല്ലാ കുടുംബങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായ വിധത്തിൽ കോടി അർച്ചനയിലൂടെയും ദൈവവചന ശ്രവണത്തിലൂടെയും അതുപോലെ തന്നെ മാതാവിന് കിരീടം വെച്ചും പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന് പ്രത്യേകമായ കരുതലുണ്ട്. മാതാവിന് പ്രത്യേകമായ സ്നേഹമുണ്ട്. മാതാവിന് എന്തുമാത്രം സ്നേഹമാണ് നമ്മളോടെന്നറിയാമോ? ഇതാ കർത്താവിൻ്റെ വചനം നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നു. 148-ാം സങ്കീർത്തനം 13-ാം വാക്യം. കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തേക്കാൾ ഉന്നതമാണ്. ആർക്കാണ് കർത്താവിനെ സ്തുതിക്കാൻ സാധിക്കുക? യേശുവിനെ സ്നേഹിക്കുന്നവർക്കാണ് അവിടുത്തെ സ്തുതിക്കാൻ സാധിക്കുക. ആർക്കാണ് യേശുവിനെ സ്തുതിക്കാൻ സാധിക്കുക? കപടമില്ലാത്ത ഹൃദയമുള്ളവർക്കാണ് ദൈവത്തെ സ്തുതിക്കാൻ ആരാധിക്കാൻ തുടങ്ങുക. ഒരു വ്യക്തി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവകരുണ നമ്മിലേക്ക് മഴ പോലെ ഒഴുകി വരും. മാത്രമല്ല, ഒരു ഹിമാലയത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു മണൽത്തരി പോലെ പാപത്തിൻ്റെ എല്ലാ വഴികളും നമ്മിൽ നിന്ന് വിട്ടുപോകും. സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് സ്തുതിക്കുന്ന ഓരോരുത്തരിലും വന്ന് നിറയും. സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ക്ഷമിക്കുവാനുള്ള വരം അവിടുന്ന് തരും. സ്തുതിക്കുമ്പോൾ ആത്മീയമായ അഭിവൃദ്ധി ഉണ്ടാകും. സ്തുതിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ വിട്ടുപോകും. സ്തുതിക്കുമ്പോൾ കൂടുതൽ ധൈര്യം ദൈവവേലയിൽ നമുക്ക് തരും. സ്തുതിക്കുമ്പോൾ വചനത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു തരും. സ്തുതിക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്താനായിട്ടുള്ള കൃപ കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് മാതാവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. എല്ലാ കുഞ്ഞു പൈതങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ വാശി, കരച്ചിൽ, ചില തലചുറ്റൽ, തളർന്നു വീഴൽ, അപസ്മാരം എന്നിവയാൽ ക്ലേശിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ സുഖം പ്രാപിക്കട്ടെ. നമ്മുടെ നിയോഗങ്ങളിലേക്ക് മാതാവും ഈശോയും കടന്നു വരട്ടെ. നിന്റെ വസ്തുവിൽപ്പന നടക്കാൻ കർത്താവ് അനുവദിക്കട്ടെ. നിന്റെ വീസ തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ഭൂമി വിൽപ്പന നടക്കുവാനുള്ള തടസ്സങ്ങൾ ഇപ്പോൾ തന്നെ എടുത്തു മാറ്റട്ടെ. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ആകുലതകൾ, സങ്കടങ്ങൾ, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, ഓർമ്മശക്തിയില്ലാത്ത അവസ്ഥ, ഇതിൽ നിന്നെല്ലാം മാതാവ് ഇപ്പോൾ വിടുതൽ നൽകി യേശുവിനോട് പ്രാർത്ഥിച്ച് തരട്ടെ. ചിലപ്പോൾ ചില മക്കൾക്ക് കടക്കണികൾ വന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപകടങ്ങൾ തുടരെ ഉണ്ടാകുന്നത് വിട്ടുപോകട്ടെ. വേർപാടുകൾ വിട്ടുപോകട്ടെ. മാനസിക രോഗങ്ങൾ വിട്ടുപോകട്ടെ. കടക്കണികളിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകണമേ. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വലിയ ശക്തി വന്ന് നിറയട്ടെ. ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാത്തവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കണമേ. എല്ലാ മാനസിക വൈകാരിക വൈകല്യങ്ങൾ എല്ലാവരും വിട്ടുപോകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും കർത്താവായ ഈശോയെ ഈ 7 നാൾ ദിവസങ്ങളിലും മാതാവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന 10 സുഗന്ധങ്ങളും കേട്ടുകൊണ്ടിരുന്ന സർവ്വ ദൈവമക്കളെയും അനുഗ്രഹിക്കുകയും സ്വർഗീയ കൂടാരങ്ങളായി ഓരോ ഭവനങ്ങളെ മാറ്റുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.